കാണാൻ പോവാം. നമ്മൾ ഫിലിം കാണാൻ പോവാണ്. ഫിലിം ഏതാന്ന് വെച്ചാൽ പടക്കൽ എന്ന് പറയുന്നൊരു ഫിലിമാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയും പിന്നെ നമ്മളെ കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളാവാന്നിട്ട് വീഡിയോ എന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റേണ്ടതുണ്ട്. സോ നമുക്ക് ഈ ഫേസിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാല്ല, രാത്രിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്താനുണ്ട്. കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്രസ് ചേഞ്ച് ചെയ്യണം. പിന്നെ ഹെയർ ഒന്നും അല്ലാണ്ട് ഫിലിമിന് പോവല്ലേ, ഇത് വലിയ കാര്യമൊന്നുമില്ല. സോ നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഐ ഹാവ് ഒള്ളി 10 minutes എങ്ങാനുള്ളൂ. ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട്. സോ 10 മണിക്കാണ് ഷോ. അപ്പം നമുക്ക് പെട്ടെന്ന് എല്ലാ പരിപാടികളും. സോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നുള്ള മോയ്സ്ചറൈസർ, പിന്നില്ലേ ഈ മോയ്സ്ചറൈസർ നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള സാധനമല്ല. ഇത് എന്നും ഇടണം. ഞാൻ പറഞ്ഞില്ലേ, എന്നും ഇട്ടാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇത് നല്ലതാണോ ചീത്തതാണോ എന്നത് ഞാൻ എന്നും ഇടലില്ല. എനിക്ക് എന്നും ഇടണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര മടിച്ചാണ്. എനിക്ക് മടി എന്ന് പറയുന്ന സാധനം എൻ്റെ ഇപ്പം കൂടെ പറപ്പായിട്ടുള്ളൊരു സാധനമാണ്. സോ അതാണ് സംഭവം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഐ ഷാഡോ പാലറ്റിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു കളർ എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ മുകളിൽ തേക്കണം. എന്തിനാണെന്നറിയോ? എന്തിനാന്നൊക്കെ വെച്ച് കൂടുതൽ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്. ഇതൊക്കെ ഒരു സെറ്റപ്പാണ്. ഓക്കെ, നമ്മൾ ഇതിപ്പോൾ എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയില്ല. എൻ്റെ മുന്നിൽ മിറർ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു സെറ്റപ്പ് എനിക്ക് ശരിക്കും കാണുന്നില്ല. ഇവിടെ ഫ്ലാഷൊക്കെ അടിച്ചിട്ട് ഉണ്ടല്ലേ, ടെക്നോളജിയാണ്. ഓക്കെ, പിന്നെ ഈ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ എല്ലാ തൊട്ടും നമ്മൾ സ്പ്രേ ഇല്ലേ, സ്പ്രേൻ്റെതാണ്. ഇതിൻ്റെ ഉള്ളിലാണ്ട് ഹുക്കൊക്കെ ഉണ്ട്. ഹുക്കിലൊക്കെ നമുക്ക് ബ്രഷ് വെച്ച് ഇങ്ങനെ എടുക്കാൻ ഭയങ്കര ഈസിയാണ്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു മറ്റേ ലിപ് ബാം ഉണ്ട്, തട്ടിപ്പൊളി നല്ല. മറ്റേ എക്ലെയറില്ലേ നമ്മുടെ പണ്ടത്തെ എൻബേസിൻ്റെ ഉറുപ്പിൻ്റെ ആ എക്ലെയറിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടത്തിൻ്റെ സ്മെല്ല്. ഇപ്പം നമ്മൾ അതിനല്ല എടുത്തത്. നമുക്ക് മസ്കാര വേണം, ലിപ്പ് ലൈനർ വേണം, പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് ചെയ്തിട്ടും. ലിപ്സ്റ്റിക്ക് നമുക്കൊരു 4 വെറൈറ്റി ഒക്കെ ഇതിട്ടല്ലോ. ഞാൻ എപ്പോഴും ഇടല്ലേ, നിങ്ങൾ പറ്റിച്ചപ്പെടും. ബാക്കി നമുക്ക് ഇതികൊക്കെ ബാക്കിയൊന്നും ആവശ്യമില്ല. ഇത് നല്ലതാണ്. ഡോ കളർ ബാറിൻ്റെ ലിപ്സ്റ്റിക്ക് നമുക്കൊരു എന്താ പറയുക, ഒരു ഗ്ലൂമിയർ കാണാനൊരു എന്ത് സംഭവം എന്ന് മനസ്സിലായില്ലേ, ഒരു കാണാനൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ലിപ്പ് ലൈനർ ഇറക്കണം. അതിനിടയ്ക്ക് ഫ്ലാഷില്ലേ, ഈ സാധനം എൻ്റെ കണ്ണിൽ കടിച്ചിട്ട് കാണില്ല. അതൊക്കെ ഒരു ബ്ലാക്ക് ആയ എൻ്റെ ഇടയ്ക്ക് 2-3 പാറ്റൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. ഒരു കടയിലല്ലോ വീഡിയോ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടേ. ഇനി നമ്മൾ മസ്കാര ഇടണം. മസ്കാര ഇടൽ നിർബന്ധം. ഈ മസ്കാര ഇടുമ്പോൾ എന്താണെന്ന് പറയുക, ശരിക്കും ഇങ്ങനെ കാട്ടിയിട്ട് ഞാൻ എങ്ങനെ ഈ പാറ്റ സമ്മതിക്കില്ലല്ലോ, ഇങ്ങനെ കാട്ടിയിട്ട് ഇങ്ങനെ ഇടണം. അപ്പോഴാണ് നമ്മൾ മസ്കാര ലാഷസ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുള്ളൂ. കണ്ടോ, താഴത്ത് വിടണം. ഒരു നിമിഷം ആ ക്യാമറയ്ക്ക് നോക്കാതെ മിറർക്ക് നോക്കിയതാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, സോ സോറി. സോ ഗായ്സ്, ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഇതൊരു ബ്ലാക്ക് ഹൂഡിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയാം. എനിവേ, ഈ ചൂടത്ത് ഹൂഡിടുക എന്നുള്ള കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. പിന്നെ മുടിക്ക് നമുക്ക് ബാക്ക് കാണാൻ എന്ത് ചെയ്യാം, വേണേൽ കെട്ടാം. പിന്നെ എന്തുണ്ട്, നമ്മൾ ഹൂഡിക്ക് പോക്കറ്റില്ല. പോക്കറ്റ് ഉണ്ടാകുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആണ്. എനിവേ, നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് 1-2 മുടികളൊക്കെ പുറത്തു വന്നതൊക്കെ ഞാൻ ഉള്ളിലേക്കാക്കി. ഇതാണ് നമ്മളെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ സ്പെക്സ് നിർബന്ധം. കാരണം ലെറ്റേഴ്സ് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ബ്ലർ ഉണ്ടാവും, ചിലപ്പോൾ മാത്രം. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എന്താ, നമ്മളിങ്ങനെ ബാക്ക് അധികം നമ്മൾ ഫിലിം കാണാൻ പോകുമ്പോൾ എടുക്കാറുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ തിയേറ്ററിലുള്ള സാധനങ്ങളെക്കാൾ ഇഷ്ടം പുറത്തുനിന്നുള്ള സാധനങ്ങളാണ്. ആൻഡ് ഫിലിം കാണുമ്പോൾ ഫുഡ് അത് നിർബന്ധമാണ്. അപ്പോൾ കണ്ടോ, ഈ 2 ബോട്ടിൽ എന്ന് പറയുന്നത് ബ്ലൂ ഷെബിൻ്റെയും പിങ്ക് ഇൻ്റെതുമാണ്. ഞങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ തന്നെയാണ്, ആരാണ് കൂടുതൽ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതിലൊരു ബോട്ടിലൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ചിപ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബാഗിലാക്കിയിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്.
നിങ്ങൾക്ക് ഞാൻ വേറെ ആളെ കാണിച്ചു തരാം. അവിടെ മുഖം ഇങ്ങനെ കേട്ടോ പറഞ്ഞോണ്ട് മാത്രം ചിരിക്കുന്നു. എന്താ മുഖം ഇങ്ങനെ അങ്ങ് എന്താണ് ചിരിച്ചാ? ഇപ്പൊ എന്റെ വിചാരം മഞ്ജുവാർക്ക് മാത്രമുള്ള ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റാറ്. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഞങ്ങൾ യൂട്യൂബേഴ്സ് പിന്നെ എന്ത് കണ്ടന്റ് വെച്ച് ചെയ്യും. ദിസ് ഈസ് നോട്ട് സ്റ്റോറേജ് കംപ്ലീറ്റ് ആയിരുന്നു തിരിച്ചു നോക്കിയത്. ആൻഡ് ദിസ് ഈസ് നോട്ട് ചേഞ്ച് മൈ ലൈഫ്. ദിസ് ഈസ് സിനിമ കാണാൻ പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. സമയം ഉണ്ടോന്ന് അറിയില്ല, 9:30 പിന്നെ ഇവനോട് എപ്പോൾ പറഞ്ഞു കൊടുത്തിക്കണമെന്ന് അറിയാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ സമയം 9:45 ആയിട്ടുണ്ട്. നമ്മൾ വീക്ക് നെസ്റ്റോയിൽ കയറിയിട്ട് മെയിനായിട്ട് ഇവിടെ നമ്മളെപ്പോഴും സ്ട്രിപ്സാണ് വാങ്ങല് കേട്ടോ. ചിക്കൻ സ്ട്രിപ്സ്, ഇവിടെ ചിക്കൻ സ്ട്രിപ്സ് അടിപൊളിയാണ്. അങ്ങനെ അതിനുള്ള വെയിറ്റിംഗ് ആണ്. ഇതാണെങ്കിൽ നമുക്ക് അർജൻറ്റ് ഉണ്ടായതുകൊണ്ടാണോന്ന് അറിയില്ല, ഭയങ്കര വെയിറ്റിങ്. പിന്നെ ഇവിടെ കാര്യം പറയുന്നത് വേണ്ട, എൻ്റെ മുന്നത്തെ ആളുണ്ടോ മൂപ്പര് കുറേ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. സോ ഗായ്സ്, അപ്പം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. സമയം 9:57, 10 മണിക്കാണ് ഷോ. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ എത്തും. ശരി, പറപ്പിച്ച് വിടുന്നതാണ് എൻ്റെ ഒരു. ആൻഡ് ഫൈനലി 10 മിനിറ്റ് വൈകിട്ടായാലും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. എനിവേ ഫിലിമൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ഇന്ന് കണ്ടു. അപ്പം നമ്മൾ കഴിക്കൽ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇൻ്റർവെല്ലിന് ശേഷം പിന്നെ ഞാൻ കോഫിക്ക് വിട്ട് കോഫി വിത്ത് കേക്ക്, അത് വേറെ വൈബാണ്. അങ്ങനെ അവൻ കോഫി കൊണ്ടൊക്കെ വന്ന് ഫിലിം കാണൽ വീണ്ടും തുടങ്ങി. അങ്ങനെ ഫിലിം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, തിയേറ്ററിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങാണ്. എനിവേ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഫിലിമാണ്. എനിക്ക് ഭയങ്കര കോമിക്കായി ഫീൽ ചെയ്തു. ഷെബിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ബട്ട് എൻ്റെ കേസിലാണെങ്കിൽ എൻ്റെ മൈൻഡിലേക്ക് ഇഷ്ടപ്പെടും, ഷെബിൻ്റെ മൈൻഡിലേക്ക് ഒരു ആവറേജായി ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ അത്രയുള്ളൂ. ബൈ.